മോർണിംഗ്. ഹലോ സ്മിത, എന്തൊക്കെയുണ്ട്? നല്ലത് തന്നെ. നമ്മള് പരിചയപ്പെട്ടത് എന്നാണ്? എന്റെ മോന്റെ ഒരു ആവശ്യത്തിനായിട്ട് വന്ന് സ്റ്റുഡിയോ ആയിരുന്നു. കഴിഞ്ഞ് പിന്നെ ഞങ്ങള് പോയി. പിന്നെ അങ്ങനെ ഒരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഫേസ്ബുക്കിൽ കണ്ട് ഞാൻ സ്മിതനെ അങ്ങോട്ട് കയറി പരിചയപ്പെട്ട് അങ്ങനെ നമ്മൾ തമ്മില് ബന്ധമുണ്ടായി. തീർച്ചയായിട്ടും അതെ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും വിചാരിച്ചു സ്മിതയുടെ കഥകളും പിന്നെ ഫേസ്ബുക്കിലുള്ള ഓരോ വീഡിയോസും ഒക്കെ കണ്ടിട്ട്, പിന്നെ നിങ്ങളുടെ കോടനാട്ടും മന ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് കാണണം. അടുത്ത പ്രാവശ്യം എന്തായാലും പോവാം എന്തായാലും. പിന്നെ സ്മിതയുടെ എഴുത്തുകള്, യാത്രകള്, അതൊക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പൊ അതിലൊക്കെ എനിക്കൊന്നും പറ്റാതിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇതില് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് എനിക്കും ഇങ്ങനെ ചേഞ്ച് ആവണം, എന്തെങ്കിലുമൊക്കെ പോകണം, എവിടെയെങ്കിലുമൊക്കെ പോകണം, അല്ലെങ്കിൽ എഴുതാനുള്ള കഴിവ് എനിക്കും ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റണില്ല. സ്മിതയുടെയും കുറെ പേരുടെ കണ്ടിട്ടുമാണ്. സ്മിതനെ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ നാട്ടിൽ വരുമ്പോ സ്മിതനെ കാണണം. അപ്പൊ സ്മിതയായിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പോലെ അല്ലെങ്കിൽ ഒരു ടോക്ക് ഉണ്ടാകും. അപ്പൊ സ്മിത സ്റ്റുഡിയോ കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു? ഞാൻ സ്റ്റുഡിയോന് മുമ്പും സ്റ്റുഡിയോന് ശേഷവും ഈ ഫീൽഡ് തന്നെയാണ്. എനിക്ക് കുട്ടികളുടെ ഇടയിൽ തൊഴിലെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ B.Ed ചെയ്ത സമയത്ത്, ഹിന്ദിയിലാണ് ഞാൻ B.Ed ചെയ്തത്. B.Ed ചെയ്ത സമയത്ത് എനിക്ക് സത്യത്തില് ഈ സ്കൂളുകളിൽ നമ്മൾ ട്രെയിനിങ്ങിന് പോകണല്ലോ, അവിടെയുള്ള കുട്ടികളുടെ കുറെ അനുഭവങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മള് ഇങ്ങനെയല്ല ഇവരുടെ അടുത്ത് ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ഇങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കയറി. അങ്ങനെ B.Ed കഴിഞ്ഞു ഞാനൊരു ക്ലാസ് ഇവിടെ അടുത്തൊരു സ്കൂളുണ്ടായിരുന്നു, AES എന്ന് പറഞ്ഞിട്ട്. അല്ല, അത് മുമ്പ് നാഷണൽ എന്നായിരുന്നു അതിന്റെ പേര്, പിന്നീട് AES എന്നായി. ഇപ്പൊ അത് ഹോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളാണ്. അപ്പൊ ഞാൻ അതിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു അധ്യാപികയാണ്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ജോസഫ് സാർ, ആൽഡി അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കാനായി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ അന്വേഷിച്ച് നടക്കണ ഒരു കാര്യം കുട്ടികളുടെ ഈ ബെഡ് വെറ്റിങ്, പിന്നെ അതുപോലെ കുട്ടികളിൽ ഉണ്ടാവുന്ന വാശികള്, എഴുതാൻ അറിയായിക, ഹൈപ്പർ ആക്റ്റീവ്നെസ്, ഇതിനെ കുറിച്ചൊക്കെ സാറ് പറയുമ്പോഴാണ് എനിക്കത് കുറച്ചുകൂടി പഠിക്കണം തോന്നി. ഞാൻ സാറിന്റെ അടുത്താണ് ആദ്യം പോയത്. അന്നിങ്ങനെ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് ഒന്നും ഇതിലത്ര കണ്ടിട്ടില്ല. ലേണിംഗ് ഡിസബിലിറ്റി എന്നാ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോ അത് നമ്മൾ ഉപയോഗിക്കാറില്ല, കാരണം ഡിസബിൾ ആയിട്ട് ആരും ഇല്ല. ഏതെങ്കിലും ഒരു ഏരിയയിൽ അവരൊക്കെ പെർഫെക്റ്റ് അങ്ങനെയാണ് ശരിക്കും. എന്റെ എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഓരോ കുട്ടികൾ വരുമ്പോൾ അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ വേറെ ഏരിയയില് ഭയങ്കര എക്സലൻസ് കാണിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി ഇപ്പൊ നമ്മൾ പഠിക്കുന്ന തിയറി ഒന്നും അല്ല മക്കളുടെ അടുത്ത് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായത് എനിക്ക് കരിയർ എടുത്രയും മുന്നോട്ട് വന്നു. അങ്ങനെയാണ് ഞാൻ ഈ കരിയറിൽ എത്തിയത്. പിന്നെ ഒരു 10-18 കൊല്ലമായിട്ട് ഇതിലുണ്ട്. ആക്റ്റീവായിട്ട് ഒരു 10 കൊല്ലമാണ് ഇപ്പൊ ഇതില് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ സെന്റർ ഇട്ടിട്ട് ഇപ്പൊ ഏകദേശം ഒരു 4 കൊല്ലമായി. എങ്ങനെയാ ഇപ്പൊ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള പിള്ളേരിലേക്ക് തിരിഞ്ഞത്? മറ്റേ B.Ed കോഴ്സ് കഴിഞ്ഞ് ടീച്ചറായിട്ട് ജോലി ചെയ്തു. അപ്പൊ ഇവരിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് കൂടുതൽ ഇഷ്ടം. ഞാൻ മറ്റുള്ള കുട്ടികളെ ശ്രദ്ധിക്കാറുണ്ട്, അവരുടെ ഇമോഷണൽ അങ്ങനെയുള്ള പ്രോബ്ലംസിനെയൊക്കെ അഡ്രസ് ചെയ്യാറുണ്ട്. പിന്നെ എഡ്യൂക്കേഷണൽ, അത് വിദേശ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷണൽ കൗൺസിലിങ്ങിനെ കുറിച്ച് പഠിച്ചു. പിന്നെ കരിയർ കൗൺസിലിംഗ് പഠിച്ചു. അങ്ങനെയൊക്കെ പലതും പഠിക്കുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മള് ജോസഫ് സാറിന്റെ ക്ലാസ്സിൽ കേട്ട കുറെ കാര്യങ്ങള്, പിന്നെ അത് കേട്ട് സാന്ത്വന കൊണ്ട് എറണാകുളത്തൊരു അവിടെ ഞാൻ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് കിട്ടാത്ത കുറെ സാധനങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടും. രണ്ടുപേരും 2 തരത്തിലുള്ള ക്ലാസ്സസ് അല്ലേ. അപ്പൊ ഇതിന്ന് രണ്ടും സംയോജിപ്പിച്ചിട്ട് നമുക്കൊരു ഇത് വരും. അപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികള് സാധാരണഗതിയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയങ്ങള് പെട്ടെന്ന് പഠിയാതിരിക്കുമ്പോൾ എന്താണ് അതിന്റെ റീസൺ എന്ന് ആലോചിക്കണം. അത് കുട്ടികളുടെ മടിയിൽ നിന്നിട്ടാണ് എല്ലാവരും തള്ളിക്കളയും, പാരന്റ്സ് അടക്കം എല്ലാവരും, പാരന്റ്സും ടീച്ചേഴ്സും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഇതുണ്ടാവുമായിരിക്കും. പിന്നെ എല്ലാവരുടെയും വിചാരം ഈ ലേണിംഗ് ഡിഫറൻസസ് അല്ലെങ്കിൽ ലേണിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികൾക്കൊക്കെ മാനസിക രോഗമാണ്. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി അതൊരു മാനസിക രോഗമാണ്, അല്ലെങ്കിൽ റെമഡിയൽ ടീച്ചറുടെ അടുത്ത് പോയി ഒരിക്കലും നമ്മളുടെ അവർക്ക് പഠിക്കാനുള്ള ഒരു സ്പെഷ്യൽ ട്യൂഷനായിട്ട് ഇതിനെ കാണേണ്ട കാര്യമുള്ളൂ. അവർക്ക് എന്താണ് പ്രശ്നം? എഴുത്തിനാണോ ബുദ്ധിമുട്ട്, വായനയ്ക്കാണോ ബുദ്ധിമുട്ട്, ഏത് രീതിയിൽ, മാത്സ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോർഡിനേഷൻ മീൻസ് ഈ പിടിക്കാനോ, അങ്ങനെയുള്ള പല പല തരത്തിലുള്ള. അല്ല, അത് പാരന്റ്സിന് തന്നെ കഴിവുണ്ടായിരുന്നില്ല അത് കണ്ടുപിടിക്കാൻ. മുമ്പാണ് പറഞ്ഞാൽ കേൾക്കില്ല, അങ്ങനെയാണ് അത് ആദ്യമേ അങ്ങോട്ട് പറഞ്ഞു വെക്കും. പിന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ കണ്ട ഭയങ്കര പൊരിച്ചിലാണ്, അങ്ങനെയാണ് കാണുന്നത്. അത് അവരുടെ ഒരു പല കുട്ടികൾക്കും ഇന്ന് വീടിന്റെ ഉള്ളില്
ജോലി വീട്ടിലിരിക്കുന്നവരാ. അപ്പൊ ഇവർക്ക് ഇവരുടെ എനർജി എവിടെ വെന്റിലേറ്റ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. സ്ഥലപരിമിതിയും എല്ലാം അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവര് ഭയങ്കര പൊരിച്ചില് കാണിക്കും. അതൊരിക്കലും ഹൈപ്പർ ആക്റ്റീവ് ഒന്നും അല്ല. ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കും. അവർ ഉപദ്രവിക്കും, മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്ന കാണാം, കളിയാക്കണ കാണാം, ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല, അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ വളരെ കുറവായിരിക്കും. അപ്പൊ ഇവരുടെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് അറിയണം. ഇതൊക്കെ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർക്ക് പ്രാക്ടിക്കലാക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ഇപ്പൊ ഇതിനെക്കുറിച്ച് അവയർനെസ്സോ അല്ലെങ്കിൽ പഠനമോ ഇല്ലാത്ത പാരന്റ്സ് എന്തായാലും ഒരു റെമഡിയൽ ടീച്ചറുടെ അടുത്ത് കൊണ്ടേക്കാണ് ബുദ്ധി. ഇപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിലും ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന കുട്ടികളാണെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന കുറെ ക്രൈം ഉണ്ട്. ഇപ്പോ അഡിക്ഷൻ, എന്താ പറയാ, മയക്കുമരുന്നിന്റെ ഉണ്ട്, പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ട്. ഈവൻ മൊബൈൽ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ ഒക്കെ ഉണ്ട്. പിന്നെ അതിന്റെ പുറമെ തന്നെ ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടി ഇവരെ ചീത്ത പറഞ്ഞിട്ട് ഇപ്പൊ ലേണിംഗ് ഇഷ്യൂ ഉള്ള കുട്ടികളാണെങ്കിലും ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും കളിയാക്കുക, ചീത്ത പറയലൊക്കെ സ്വാഭാവികമായിട്ട് കൂടുതലായിരിക്കും. അപ്പൊ ഈ സാഹചര്യത്തിൽ പുറത്തുനിന്ന് ഒരാൾ എൻട്രി ചെയ്യുമ്പോൾ ഇവർ പെട്ടെന്ന് അവരിലേക്ക് ആകർഷകരാകും. ഇവിടെയാണ് പലപ്പോഴും ഈ മയക്കുമരുന്നിന്റെ ഒക്കെ ഒരു തുടക്കം ആയിട്ട് വന്നു തുടങ്ങുക. പിന്നെ ഇവരത് ശീലിക്കുകയും അവർ പലതിലേക്കും വിൽപ്പനയിലേക്ക് പോയി പല രീതിയിൽ ഇപ്പോഴത്തെ പല എന്താ ബൈക്ക് എടുത്തു അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് പിള്ളേർ ഓടുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഇവരും ശരിക്കും പറഞ്ഞാൽ ഫാമിലി, സ്കൂള്, കുട്ടി, ഇതാണ് ഒരു റേഷ്യോ. ഈ റേഷ്യോ അവരുടെ സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ആസ്പെക്ട് നോക്കിയിട്ട് ഇവരെ വേണ്ട പോലെ സ്നേഹിക്കുകയും ആവശ്യത്തിന് ചീത്ത പറയുകയും ഉപദ്രവകരമായ രീതിയിലൊന്നും തല്ലാതിരിക്കുകയും എപ്പോഴും തെറ്റ് കണ്ടാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഒന്ന് അതിനൊരു ചെറിയൊരു ചീത്ത പറഞ്ഞാലും അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ സ്നേഹം ഉണ്ടാവുള്ളൂ. 100% ഞാൻ പറയാം. നമ്മൾക്ക് ചിലപ്പോൾ നമ്മള് മനുഷ്യരാണ്, എത്രയൊക്കെ ജെന്റിൽ പാരന്റിങ് പറഞ്ഞാലും ചിലപ്പോൾ നമ്മള് അല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ബാഡ് വേർഡ്സ് ഉപയോഗിക്കാതിരിക്കുക, ഭയങ്കര ഉപദ്രവിച്ച് തല്ലാതിരിക്കുക, ചെവി മടിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അവര് അതിൻ്റെതായിട്ടുള്ള ഒരു ലെവലില് അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹിച്ചാൽ അവർക്ക് കിട്ടും. വളരെ ചെറിയ കുട്ടികളെ തല്ലിയിട്ടോ ചീത്ത പറഞ്ഞിട്ടോ കാര്യമില്ല. കാരണം അവർക്ക് പഠനത്തിന് സമയമുണ്ട്. അവർക്ക് സമയമെടുക്കും. ഓരോ കുട്ടികളുടെ ബ്രെയിൻ ലെവലിനും അവരുടെ കോർഡിനേഷൻ സ്കില്ലിനും അവരുടെ കോൺസെൻട്രേഷനും അനുസരിച്ചിട്ടാണ് പഠനം. ഇത് ശരിക്കും ഒരു വലിയ ഏരിയ, വലിയൊരു കടലാണ് നമ്മുടെ മുമ്പില്. ആ കടലിലെ ചെറിയ ചെറിയ ഡ്രോപ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾ വരുന്നത്. ഈ ഡ്രോപ്സിനെ നമുക്ക് നല്ല മനോഹരമായിട്ട് കൊണ്ടുനടക്കാം, ചളിയിൽ വലിച്ചെറിയാം, എന്തും ചെയ്യാം.